എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. നമ്മൾ രാവിലെ എണീറ്റിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ കയറിയേക്കാണ്. നമുക്ക് എന്തായാലും ചായ വയ്ക്കാം. കുട്ടികളൊന്നും എണീച്ചിട്ടില്ല, അവർക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ചായ വയ്ക്കാം. ഇവിടെ പാലൊന്നും കിട്ടാൻ ഒരു വഴിയില്ല കേട്ടോ. നമുക്ക് സൊസൈറ്റി ഒക്കെ ഒന്നുമില്ല. പിന്നെ വീടുകളിൽ ഇവിടെ അടുത്തൊന്നും പശുവുള്ള വീടൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ എന്നൊന്നും മേടിക്കില്ല. ഇടയ്ക്കൊക്കെ ഒരു പാക്കറ്റ് പാല് മേടിക്കും. ആ ഒരു പാക്കറ്റ് പാല് ഫുള്ളായിട്ടൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ, കുറച്ചെടുക്കുള്ളൂ. പിന്നെ ഞാൻ എടുത്തു വയ്ക്കും. ചിലപ്പോൾ അത് 4 മണിയാകുമ്പോൾ ചായ ഉണ്ടാക്കാൻ എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിറ്റേ ദിവസം രാവിലേക്ക് എടുക്കും കേട്ടോ, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് ഒന്ന് പുട്ടാണ് ചായക്ക് കടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊടിയൊക്കെ കഴിഞ്ഞേക്കായിരുന്നു. ആദ്യം നമുക്ക് ചായ വയ്ക്കാം. പിള്ളേരൊന്നും വിളിച്ചിട്ടില്ല. ഒരു 6:10 ഒക്കെ ആയിട്ടുള്ളൂ. ലൈറ്റർ എവിടെയാണോ? പിള്ളേർ നല്ല പടക്കം പൊട്ടിക്കെടുത്തായിരുന്നു. അത് ചിലപ്പോൾ തിരഞ്ഞിട്ട് കുറച്ച് നേരം നടക്കേണ്ടി വരും. ലൈറ്റർ നല്ല പടക്കം പൊട്ടിക്കാനാന്ന് പറഞ്ഞിട്ട് എവിടുന്നോ 2 പടക്കം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് പൊട്ടിക്കാനാ പറഞ്ഞിട്ട് ലൈറ്റർ എടുത്തിട്ട് പോയതാട്ടോ രാത്രിയാകുമ്പോൾ. എന്നിട്ട് അത് എവിടെ കൊണ്ടുവച്ചെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞുവിൻ്റെ പണിയാണ് ലൈറ്റർ എടുത്തുകൊണ്ട് പോയിട്ട് പടക്കം പൊട്ടിക്കൽ. എന്നിട്ട് ലൈറ്റർ അവിടെ എവിടെയും വെക്കും. ഞാൻ രാവിലെ ഭയങ്കര തപ്പലായിരിക്കും. കുക്കർ മൂടിയ പോലെ തന്നെ ഇരിക്കണം. നമുക്ക് അതും കൂടി ഒന്ന് വെള്ളത്തിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് വേണം ലൈറ്റർ തിരയാൻ. കുഞ്ഞുവിനെ വിളിക്കേണ്ടി വരും. ലൈറ്റർ അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് തിരഞ്ഞുകൊണ്ട് കിടക്കണം. അപ്പോൾ കടലൊക്കെ വാരി ഞാനിത് ആ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുക്കർ മൂടി നമുക്ക് ഇനി കുഞ്ഞുവിനെ വിളിക്കാൻ പോകട്ടോ. ലൈറ്റർ എവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഒരു സമയം അത്ര സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 6 മണി 6:15 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവരെന്നെ മദ്രസയിലേക്ക് പോകണ നേരത്തെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 7 മണിക്കാണ് മദ്രസ. അപ്പം ഒന്ന് എന്തായാലും ഉണർത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനും ഉമ്മർത്തൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ അപ്പോൾ വിചാരിച്ചു അവൻ വന്നിട്ട് എടുത്തു തരട്ടെ. അങ്ങനെ കുഞ്ഞ് വന്നതും സംഭവം കിട്ടിയിട്ടാ. എടുത്ത് ചെറുക്കല്ലേ എവിടെയെന്ന് അറിയുള്ളൂ. ആ ചുടനെ കണ്ടുപിടിച്ചെന്ന്. എന്നിട്ട് അങ്ങനെ ചായക്കുള്ള പാലടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ കുക്കറും അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇവരൊക്കെ എനിക്ക് വന്നു. ഇവരെന്നെ മദ്രസയിലേക്ക് ആക്കി കൊടുക്കാനുള്ള പരിപാടിയിലേക്കായി. അപ്പോൾ രാവിലെ എനിക്ക് അവരൊക്കെ പല്ല് തേക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു കുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വയ്ക്കുക. ഇവിടെ തൊട്ടടുത്താണല്ലോ മദ്രസ. ആ സമയമാകുമ്പോൾ 6:55 ആകുമ്പോഴേ പോവുള്ളൂ കേട്ടോ. ആ സമയത്ത് പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ എന്തായാലും പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞ് വേഗം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സമയം നോക്കിയപ്പോൾ സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പുട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ട് ആ കടലയും പുട്ടും അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഇവരെന്നെ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ പോയത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് നടന്ന് പോകാനുള്ളതുള്ളൂ. പക്ഷേ വേഗം ഇങ്ങോട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പോകട്ടോ. അങ്ങനെ നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിനി എന്തായാലും പുട്ടിൻ്റെ പൊടിയൊന്ന് നനച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നല്ലെങ്കിൽ അജ്മി പുട്ടുപൊടിയോ അല്ലെങ്കിൽ ഡബിൾ ഹോസിൻ്റെ പുട്ടുപൊടിയോ മാത്രമേ മേടിക്കാറുള്ളൂ കേട്ടോ. എനിക്കതാ ഇഷ്ടം. വേറെ ഒരു കമ്പനിയുടെയും പുട്ടുപൊടി ഞാൻ മേടിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അജ്മി പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയാലും ഡബിൾ ഹോസ് പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. അപ്പോൾ അത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് മാത്രം. നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് അപ്പുറത്താണ് വെക്കുക. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വരണം കേട്ടോ പാത്രങ്ങൾ. ഞാൻ ഇവിടുത്തെ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ച്. സ്റ്റാൻഡ് അവിടെ കൊണ്ടുവച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ അടക്കി വയ്ക്കാൻ, നമ്മൾ ഈ അടുക്കളയിൽ. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ പാത്രം കഴുകണത് അവിടെയാണല്ലോ, വാഷ് ബേസിന് അവിടെയാണ്. അപ്പോൾ അവിടെ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകി അപ്പം തന്നെ അതുമ്പോൾ തന്നെ അപ്പോൾ എടുത്ത് വയ്ക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പാത്രങ്ങൾ നമുക്ക് പോയി എടുത്തിട്ട് വരില്ലേ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അത് അവിടെ വെക്കുകയുള്ളൂ കേട്ടോ. സ്റ്റാൻഡ് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു.
പിന്നെ പാത്രം കഴുകിയിട്ട് അവിടെ വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഒപ്പം കഴുകിയിട്ട് ഞാൻ സ്റ്റാൻഡിൽ തന്നെ വെക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഒരു മേശ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചില സമയത്ത് ഒരു ബേസിൻ പോലെ ഒരു സംഭവമുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അതിലേക്ക് കഴുകി വെച്ച് വെള്ളം വാർന്നതിന് ശേഷം അതിൻ്റെ മേലേക്ക് എടുത്തേക്കും. അല്ലെങ്കിൽ തന്നെ അപ്പം കഴുകിയിട്ട് തന്നെ അങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇരുന്നുകൊണ്ട് പുട്ടുപൊടി നനയ്ക്കുകയാണ്. നമ്മുടെ അടുപ്പം തറ കുഞ്ഞിതായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇരുന്നിട്ട് തന്നെ പുട്ടൊക്കെ നനച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് ഇതാ ഫ്രിഡ്ജിമ്മ കുഞ്ഞോ അടുത്തോ കുഞ്ഞോ ഫ്രിഡ്ജിമുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാവത്ത് ഉണ്ടാക്കണത് ഇട്ടപ്പോൾ ഒരുപാട് പേര് കാവത്ത് എന്താ സാധനം എന്നറിയാത്തവരുണ്ട്. കാവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചിൽ എന്നാണ് പറയുക. ചില സ്ഥലത്തൊക്കെ കാച്ചിൽ എന്ന് പറയും, കാച്ചിൽ പുഴുങ്ങുക എന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെ കാവത്ത് എന്നാട്ടോ പറയുക. അത് ചിലത് നീല കളറിലുണ്ടാവും, ചിലത് വെള്ള കളറിലുണ്ടാവും. ഇവിടെ നമുക്ക് കിട്ടിയത് വെള്ള കളറിലുള്ളതായിരുന്നു. കാവത്തൊന്നും കിട്ടാറില്ല. ഇപ്പോൾ ഇവിടെ വന്ന കാരണം നമ്മുടെ ഓണറിൻ്റെ വീട് തൊട്ടടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാവും കാണുന്നുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അറിയാത്തത്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓണറിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തുണ്ട്, അവർ തന്നതാണ് ഒരു കഷ്ണം കാവത്ത്. അതാണ് ഞാൻ ഇന്നലെ വെച്ചത് കേട്ടോ. അപ്പം ഞാനിതാ പുട്ടൊക്കെ വാരി ഇഡ്ഡലി ചെമ്പിലേക്ക് ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് അറിയാമല്ലോ, മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ചെറിയ തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ പുട്ടുപൊടിയും തേങ്ങയും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ. പുട്ടും കുമ്പത്തിൽ അങ്ങനെ ഇടാറില്ല. അപ്പോൾ കുഞ്ഞുവിന് മാത്രം ചായ വേണ്ട പറഞ്ഞിട്ട് അവൻ ഇറങ്ങി പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, എന്തായാലും ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അവനത് കുടിക്കുകയാണ് കേട്ടോ നിന്നിട്ട്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ചെരുപ്പിട്ടിട്ട് ഇറങ്ങിയ ആളാണ്. അപ്പോൾ ഞാനൊന്ന് നിർബന്ധിച്ചപ്പോൾ തിണ്ടിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടപ്പോൾ അവൻ അങ്ങനെ എടുത്ത് കുടിച്ചതാട്ടോ. പിന്നെ എന്തായാലും അടുപ്പത്ത് പുട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവരെന്നാണ്ട് ആക്കി കൊടുക്കാൻ പോണത്. അപ്പോൾ എന്തായാലും ആക്കി കൊടുക്കട്ടെ കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വരും. തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇവരെന്നങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ. അങ്ങനെ നമ്മളവിടെ അവരെന്നെ അവിടെ ആക്കി കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ഇനി നമ്മുടെ ഗ്യാസും ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ എന്തായാലും വെന്തിട്ടുണ്ടാവും, പുട്ടൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് പോയി നോക്കി നോക്കാം. ഇന്ന് എന്തായാലും പുട്ടും കടലയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് മിറ്റടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ എന്താ പറയുക, ഇവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ പുട്ടും സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. കടലയും വെന്തിട്ടുണ്ടായിരുന്നു, അത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് കടലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. ഞാൻ മസാല തക്കാളി സബോളൊക്കെ വാട്ടിയിട്ട് നമ്മൾ ഇറച്ചി കറി വയ്ക്കൂലേ, അതുപോലെ ഉണ്ടാക്കട്ടെ. അത് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു ചെറിയ കുട്ടി. പിന്നെ നമ്മളവിടെ ഊഞ്ഞാലുണ്ടല്ലോ, ഊഞ്ഞാലാടാനും ഒക്കെ ആയിട്ട് കുട്ടികൾ കളിക്കാനും ഒക്കെ കൂടിയിട്ട് കുറേ പിള്ളേർ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീച്ചപ്പോൾ ഇവിടെ നിറയെ പിള്ളേരായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അവരെ കളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് താത്ത മാങ്ങ തന്നു കേട്ടോ. പഴുത്ത മാങ്ങ, മൂവാണ്ടൻ മാങ്ങ പഴുത്തത് തന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് മൂത്ത മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നപ്പോൾ അതൊന്നും നമുക്ക് പഴുപ്പിക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴത്തേനും അതൊക്കെ തീറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ മാങ്ങ നമുക്ക് പഴുത്ത് കിട്ടിയപ്പോൾ എന്തായാലും പഴുത്തിട്ട് തന്നെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് മുറിക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അവിടെ കട്ട വെയിറ്റിംഗ് ആണ് ഞങ്ങൾ എടുക്കട്ടെ. അപ്പോൾ തോല് ചെത്തണ്ടാവും വേണ്ടിയിട്ട്. തോല് ചെത്തുമ്പോൾ സമയം പോവില്ലേ, അവർക്ക് ധൃതിയായി. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.